മൂന്നാം നൂറ്റാണ്ടിൽ ടൈറിലെ വിജാതീയ ഗവർണറായിരുന്ന ഉർബാനൂസിന്റെ മകളായി ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ക്രിസ്റ്റീനയെ ഒരു ദേവദൂതൻ നേരിട്ട് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിച്ചതായും അവളെ ക്രിസ്തുവിന്റെ മണവാട്ടിയെന്ന് വിശേഷിപ്പിച്ചതായും അവൾ നേരിടേണ്ട സഹനങ്ങളെപ്പറ്റി അറിയിച്ചതുമായാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതീവ സുന്ദരിയായിരുന്ന അവൾക്ക് വിവാഹാലോചനകൾ ഏറെ വന്നെങ്കിലും അവളെ ഒരു വിജാതീയ പുരോഹിതയാക്കാനായിരുന്നു പിതാവിന്റെ തീരുമാനം. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരുന്ന ക്രിസ്റ്റീന പിതാവിന്റെ വിഗ്രഹങ്ങൾ ഉടയ്ക്കുകയും അവ ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുകയും ഇതിൽ കുപിതനായ പിതാവ് അവളുടെ മർദ്ദകനായി മാറുകയും ചെയ്തു. അവളെ വടികൊണ്ട് അടിക്കുകയും ജയിലിൽ അടയ്ക്കുകയും അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറുകയും മർദ്ദനോപകരണത്തിൽ കിടത്തി ചുവട്ടിൽ തീ വയ്ക്കുകയും കഴുത്തിൽ ഭാരമേറിയ കല്ല് കെട്ടി തടാകത്തിൽ എറിയുകയും ചെയ്തെങ്കിലും അവയൊന്നും അവളുടെ വിശ്വാസത്തെ ഇളക്കിയില്ല. അവളുടെ പിതാവിന്റെ മരണശേഷം ന്യായാധിപനായ ഡിയോൻ അവളെ തീച്ചൂളയിലെറിയുകയും 5 ദിവസം അവിടെ അവൾ അപായമേൽക്കാതെ കഴിഞ്ഞതിനെ തുടർന്ന് അവളെ സർപ്പക്കാട്ടിലെറിയുകയും തുടർന്ന് അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം മുഴുവൻ കുത്തിത്തുളയ്ക്കുകയും ചെയ്തു. ഒടുവിൽ കഠിനമായ പരീക്ഷണങ്ങളെ വിശ്വാസസ്ഥിരതയാൽ തരണം ചെയ്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ട അവൾ തന്റെ നിത്യമണവാളന്റെ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ യാത്രയായി.